ഇവൻ എബിൻ. കാര്യം കളിയാണെങ്കിലും ആൾ ഇത്തിരി കലിപ്പാ. ഇത് ഫൈസി, ഉസ്താദിലുള്ള ഫൈസയല്ല, കണ്ടറിഞ്ഞൂടെ യോഗ ഉടായ്പ്. ഇതാണ് ഞങ്ങളുടെ കഥയിലെ നായകൻ എന്ന് സ്വന്തമായി അവകാശപ്പെടുന്ന രാഹുൽ. കാര്യം ശരിയാണെങ്കിലും ഇത് ഇവന്റെ കഥയല്ല, ആരോ പറഞ്ഞു കേട്ട കഥയാണ്. എന്താടാ പരിപാടി? ഒരു വെടിവെച്ചാ സാറേ. വെടിവെക്കുന്നൊക്കെ കൊള്ളാം, ഉണ്ട തീരാണ്ടിരുന്നാ മതി, ശബ്ദം ഉണ്ടാക്കി പോരുത്. എന്താടാ, എന്താ പറ്റിയേ? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ശരിയാടാ, ടൂർ പോയി വന്ന പിന്നെ അവൻ ഇങ്ങനെ ഫൈസി, ആകെ ഒരു മരണഭയം. ഒന്നുമില്ലടാ. ഇതെവിടെ പോയി? എടാ രാഹുലെ, 9 മണി, ഒന്ന് നിർത്തുവോ നിന്റെ നിധി തേടൽ? ഫസ്റ്റ് അവരാ കരടിയുടെയാ, കളഞ്ഞിട്ട് വാടേ. So, when the capital remains the same, you know, the things will change a lot. As we all know that, segmenting, targeting and positioning. എടാ എബിനെ, അവൻ എന്താണ് ഇത്ര കാര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉള്ളതായിട്ട് പോലും അവൻ അറിയത്തില്ലല്ലോ. എന്ത് കുന്തെങ്കിലാവട്ടെ, നീ കിടന്ന് ഉറങ്ങാൻ നോക്കും ഫൈസി. എന്നാലും എബിനെ, അവൻ എന്തായിരിക്കും ഈ എഴുതി കൂട്ടുന്നേ? വല്ല അപ്പോളജി ലെറ്റർ ആയിരിക്കും. നീ ചുമ്മാ അലമ്പാതെ ഫൈസി. അപ്പോളജി ലെറ്റർ ആയിരിക്കും. എടാ രാഹുൽ എന്തിയടാ? അവൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും. ബെസ്റ്റ്. എന്താടാ പിന്നെ നീ കേമോന്റെ ഉറക്കം കണ്ടോണ്ടിരിക്കുവാണോ? കളഞ്ഞിട്ട് വാടേ, വാ ജിമ്മിൽ പോവാ, വാ. എന്നാ ഒരു മിനിറ്റ്. ഫൈസലെ കളിക്കാൻ പറഞ്ഞില്ലടാ? ഇല്ലടാ, അവൻ ജിമ്മിൽ പോവാന്ന് പറയുന്നു. ഓ, എന്നാ പിന്നെ നീ കളിക്കാൻ വെക്കോടാ. മടിയൻ. നാരു, എന്താടാ പാക്കില്? ഇത് പതഞ്ജലിയുടെ ഫേസ് പാക്കാടാ, നമ്മുടെ ആൽവിന് വേണ്ടിട്ട്. ഒന്ന് ഇറങ്ങി പോടാലോ. എന്നാ താഴെ കാണൂടാ. എന്നാ ശരിടാ. സാർ, പുതിയ അഡ്മിഷൻ ആണ്. ആളെവിടെ? അമിതേ, കേറി വാ. ഇവിടെ ഒരു രീതിയിലുള്ള ഉടായ്പ പണിയും നടക്കില്ല. ഞാൻ പിടിച്ചതാ. ഐ ആം വെരി സ്ട്രിക്റ്റ് ഹിയർ. ഇഫ് യു വാണ്ട് ടു ലിക്കർ യുവർ സെൽഫ്, യു വിൽ ബി ഔട്ട് ആൻഡ് ഐ വിൽ റിപ്പോർട്ട് ടു ഹൈ. എടാ, വാട്ടീസ് അടിക്കുന്ന കാര്യം തന്നെ ഞാൻ ഈ പറയണേ. കള്ളു കുടിച്ചിട്ടോ മറ്റേ തന്നെ ഞാൻ പിടിച്ചാ താൻ ഇവിടുന്ന് പുറത്താ. മനസ്സിലായോ? ഞാൻ പണ്ട് ആർമിയിലായിരുന്നപ്പോ പണ്ട് 30,000 അടി ഉയരത്തിൽ നിന്ന് ശത്രുവിന്റെ ഒളിത്താവളം ബോംബിട്ട് പിടിച്ച അതേ ജോർജ് ആന്റണിയാണ് ഞാൻ. ഇതൊരു സിനിമയിൽ തിലകൻ ചേട്ടൻ പറഞ്ഞിട്ടുമുണ്ട്. സാറേ, ഒന്നിട്ടേക്കണേ. ഞാൻ അങ്ങോട്ട് വരണോ, നീ ഇങ്ങോട്ട് വരണ്ടോ? സാർ, അറ്റൻഡൻസ് 206. പൊക്കോ. ഗുഡ് നൈറ്റ് സാർ. ഉവ്വ. എടാ, ജീവിതം എന്ന് പറയുന്നത് ഒരു ട്രെയിൻ യാത്രയാണ്. അതിൻ്റെ എൻജിൻ നിൻ്റെ അച്ഛനും അമ്മ ഗാർഡുമാണ്. നീ അതിൻ്റെ ബോഗിയും. അവർ എൻജിനും ഗാർഡുമാണ് നിന്നെ നയിക്കുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന 2 വർഷം കഴിഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് പോകാം. റൂമിൽ ഇപ്പോഴേ കൗണ്ട് ഡൗൺ തുടങ്ങിയോ? கவுண்ட் டவுனு எവിടെ? உன் ரூம்ல கவுண்ட் டவுன் ஒட்டிச்சதை பார்த்தப்ப எங்க ஊர்ல செவ்வாய்ஸ்ல பொங்கலுக்கு எத்தனை நாள் கவுண்ட் டவுன்ன்றது போல இருக்கு மாப்ள. ரேங்க் வாங்கணும் மச்சி. சரியா மாப்ள? டேய் நோபாலே. നോബോൾ അല്ലടാ, നോബിള്. അടാ അതാ മച്ചി. എന്താടാ പ്രശ്നം? എന്താടാ ഗുണ, എന്താടാ പ്രശ്നം? റിസൾട്ട് വന്നോ? അതോ ഇനി അങ്ങേര് USA വന്നോ? നീയൊക്കെ നേരത്തെ പഠിക്കാൻ തീരുമാനിച്ചു അല്ലേ? മണ്ണാൻ കേട്ട, നീ കാര്യം പറയടാ. നീയൊക്കെ നേരത്തെ പഠിക്കാൻ തീരുമാനിച്ചു അല്ലേ? ഇല്ലടാ, എന്താ കാര്യം പറ. എന്താണ് ഒട്ടിച്ചേക്കുന്ന കൗണ്ട് ഡൗൺ ഒക്കെ? എന്ത് കൗണ്ട് ഡൗൺ? ഏത്? എവിടെ? എനിക്കറിയില്ലടാ. ഇത് കേന്ദ്രത്തിന്റെ പണിയായിരിക്കും. കള്ള കേമോൻ, മാങ്ങാ തൊലി.
മനുഷ്യൻ പേടിച്ചു പോയി. ഇറങ്ങി പോടാ എല്ലാരും. വാടാ. മോനെ എന്താ ഈ 90 ദിവസത്തെ പരിപാടി? എക്സാമിന് ഇനി 6 മാസമല്ലേ, പിന്നെ എന്തിനാ ഈ 90 ദിവസത്തെ കൗണ്ട് ഡൗൺ? ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയുടെ അവസ്ഥയാണ് എനിക്കിപ്പോൾ. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തോന്ന്? ഡാ സത്യം പറ, നീ കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ? കഞ്ചാവും കള്ളൊന്നല്ലേ പിന്നെ. കണ്ണടച്ച് തുറക്കുന്ന നേരം മതി ഒരു ജീവിതം അവസാനിക്കും. ശരിയാ. വന്ന് കിടക്ക് കുറച്ചു നേരം, അപ്പൊ എല്ലാം ശരിയാ. വിജയമായാലും പരാജയമായാലും ഇനി വെറും 90 ദിവസം മാത്രം. അളിയാ, എന്താ അവന്? ഇതിപ്പോ കൊറേ ആയല്ലോ. ഇനി അവളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറിയില്ലടാ, എന്നോടൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോ വട്ടായി പോയോ കണാപ്പന്? ചക്ക വിളിക്കടാ അവളെ. ശരി. എടി, നീ രാഹുലായിട്ട് എന്തെങ്കിലും സീനുണ്ടോ? ഓ വഴക്ക് അടിയാണോന്ന്? ഒന്നുമില്ലടി, പിന്നെന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഉറങ്ങിയിട്ടില്ല. ചായ കുടിച്ചു കഴിഞ്ഞോ? ഓ കഴിഞ്ഞ്. എന്നാ വാ പോവാ. ബാ ഇക്ക, ചായയുടെ കാശ് എബിന്റെ പറ്റിലെഴുതിക്കോ. പറ്റെഴുതി അവസാനം പറ്റിക്കരുത്. ആ എന്താടാ, എന്താ പറ്റിയേ? എന്താടാ ഇങ്ങനെ നിൽക്കുന്നേ? ഡോക്ടറിനെ വല്ലതും കാണണോ? ഡോക്ടറിന്റെ ചികിത്സയേക്കാൾ ആഴത്തിലാണ് അതിന്റെ വേര്. അതെന്നെയും കൊണ്ടേ പോവും. ഡാ കോപ്പേ, എന്താ നിനക്ക്? കഴിഞ്ഞ 2 മാസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ജീവിതത്തിന്റെ മരണത്തിന്റെ ഇടയിൽ ഇനി വെറും 30 ദിവസം. നിർത്തടാ അവന്റെ ഒരു കൗണ്ട് ഡൗൺ. ഒരൊറ്റ അക്ഷരം വേണ്ടി പോരുത് നീ. ഇടടാ എബിനെ. ഇങ്ങനെ വിട്ടാ പറ്റില്ല പൈസ. ബാക്കിയുള്ളതും കൂടി ഉത്തരം പറയേണ്ട അവസ്ഥ ഇപ്പോ. വലിച്ചു കീറി കളഞ്ഞോണം നിന്റെ കൗണ്ട് ഡൗൺ സ്റ്റിക്കറും അല്ല. വേവോളം കാത്തില്ലേ, ഇനി 6 വോളം. ദേ അവൻ പിന്നെ തുടങ്ങി. ഇവനെ ഞാൻ പൈസി, എന്താണ് ഇവിടെ ഒരു ബഹളം? നീ ആരോടാ ചൂടായേ? ഒന്നുമില്ലടാ. ആ ഡാ പൊട്ടാ, എന്തുവായി നിന്റെ 90 ദിവസത്തെ കൗണ്ട് ഡൗൺ? ഈ നൂറ്റാണ്ടിലെങ്ങാനും നിന്റെ ട്രെയിൻ ഓടി തുടങ്ങും, ബുള്ളറ്റ് ട്രെയിന്. ഡാ പൊട്ടാ, ഡാ ഊളേ. എന്താണ് നിന്റെ അസുഖം? ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ സാധനം ഒട്ടിച്ചപ്പോ തൊട്ട് തുടങ്ങിയത് നിന്റെ അസുഖം. നീ വല്ലതും മേടിക്കാൻ വന്നിട്ട് മേടിച്ചിട്ട് പൊക്കോളണം, മനസ്സിലായോ? ഇറങ്ങി പോടാ അവിടുന്ന്. ഡാ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് അവൻ്റെ വല്ല മേടിക്കാണ്ടെങ്കിൽ അവിടെ പോയി മേടിച്ചോളണം. ഇങ്ങോട്ട് വന്നു പോരുത് അവൻ, കേട്ടോ? ഡാ രാഹുലേ, നീ ഇങ്ങനെ റേസ് ആവല്ലേ? ഇനി നിനക്കല്ലേ ഉള്ളത്, പോയി പറിക്കടാ. ഡാ അത് എടാ, എല്ലാരും ഞങ്ങളോടാ ചോദിക്കുന്നേ എന്താ നിനക്ക് പറ്റിയെന്ന്. മുമ്പ് ഒന്നുമില്ലാത്ത ഒരു പേടിയും വെപ്രാളവും. നീ ഞങ്ങളോടെങ്കിലും ഒന്ന് പറ. റൂംമേറ്റ്സ് ആയ ഞങ്ങൾ പോലും ഇത് അറിയുന്നില്ലെന്ന് പറഞ്ഞ എടാ രാഹുലേ, നീ എവിടാ പിന്നെ എന്റെ ബുക്ക്?
എന്താടാ പെറ്റോ? പെറ്റടാ പെറ്റ്, ഇരട്ടകളാ. ഈ മയിൽപ്പീലി പെറ്റ് പെരുകില്ലേ? കുറച്ച് നാൾ കൂടി വെച്ചോ, ചിലപ്പോ മയിലാവും. ലോകം ആഗോളവൽക്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യനങ്ങ് ചന്ദ്രനും കടന്ന് ചൊവ്വയിലെത്തി. നാട്ടിലാണ് ഇപ്പോൾ 4G 5G ഒക്കെ ട്രെൻഡ്. അതേ വേഗത്തിൽ വർഷങ്ങളും ദിവസങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. കെട്ടിടങ്ങൾ വളർന്നങ്ങ് ആകാശം മുട്ടിയപ്പോൾ പാവം നമ്മുടെ മരങ്ങൾ തളർന്ന് ഭൂമിയിലാണ് മുട്ടിയത്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി കഥകളും കെട്ടുകഥകളും ഇപ്പോഴും എൻ്റെ തനിമയോടുകൂടി നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ രാഹുലിനെ പോലെ വരും തലമുറകളിലും കുറേ മയിൽപ്പിലികൾ പുസ്തകത്താളുകളിൽ ഉറങ്ങും. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാനായി ആൾക്കാരും എല്ലാവരും എവിടെയോ പോയി. ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കര. പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുപാടുമുണ്ടല്ലോ, ഒരുപാട് പ്രശ്നങ്ങളിലും നമ്മളും ഉണ്ടല്ലോ. കുറ്റങ്ങൾ നമ്മുടെ മോളിൽ ചാർത്തുന്നതാണല്ലോ, ചാട്ടുന്ന കുറ്റങ്ങളെല്ലാം നമ്മുടേതാണല്ലോ. ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കര. പെണ്ണുങ്ങളെയെല്ലാം തന്നെ നോക്കുന്നതാണല്ലോ, നോക്കുന്ന പെണ്ണുങ്ങളെല്ലാം ആരേലുമാണല്ലോ. ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനായി ആൾക്കാരുമില്ലല്ലോ, ആൾക്കാരുമുണ്ടേൽ തന്നെ ദുഃഖങ്ങളില്ലല്ലോ. ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കര. അണിഞ്ഞാൽ കുറ്റം, തിരിഞ്ഞാൽ കുറ്റം, നോക്കിയാൽ കുറ്റം, നോക്കിയിലെ കുറ്റം, നിന്നാൽ കുറ്റം, ഇരുന്നാൽ കുറ്റം, കുറ്റം കുറ്റം. പഠിച്ചാൽ കുറ്റം, പഠിച്ചില്ലേലും കുറ്റം, ചിരിച്ചാൽ കുറ്റം, ചിരിച്ചില്ലേ കുറ്റം, നോക്കിയാൽ കുറ്റം, തിരിഞ്ഞാൽ കുറ്റം, കുറ്റം കുറ്റം. ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കൻ ചക്കര ജിങ്കര.